Good morning, all. Good morning, ma'am. Good morning, ma'am. News miss എടുത്ത് നോക്കിയോ എല്ലാരും? News എടുത്ത് നോക്കിയോ? Clear ആണോ? Exam ഇല്ലേ നിഷ? Exam ഇല്ലേ? നാളെയാണ്. സെമീന എക്സാം ഉണ്ടോ? 6th batch ആണോ? 6th batch ആണോ? ആ, ഓക്കെ. ഓക്കെ, നോക്കാല്ലേ? ക്ലാസ് തുടങ്ങാലോ? മിസ് എടുക്കുന്നത് എന്താന്ന് തന്നെ പഠിക്കാട്ടാ. ഈ ഷെഡ്യൂൾ ഒരുപാട് ഷെഡ്യൂളുകൾ പറയുന്നുണ്ടല്ലോ. നമുക്ക് എ മുതൽ ഇസെഡ് വരെയും പറയുന്നുണ്ട് കേട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾക്ക് കൺഫ്യൂഷൻസ് വരാനുള്ള സാധ്യതയുണ്ട്. നമുക്ക് ഈ നോട്ടബിൾ ആയിട്ടുള്ള ഷെഡ്യൂളുകൾ പറഞ്ഞിട്ടില്ലേ മിസ്? കഴിഞ്ഞ ദിവസം എടുത്തില്ലേ നോട്ടബിൾ ഷെഡ്യൂൾസ്? ശ്രദ്ധേയമായിട്ടുള്ള ഷെഡ്യൂളുകൾ ഏതൊക്കെയാണെന്ന്. അത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അത് എക്സാമിന് വരുന്ന ക്വസ്റ്റ്യൻ ആണ്. അത് മാർക്ക് ചെയ്ത് വെക്കാം കേട്ടോ. എക്സാമിന് വരുന്നതാണ്, മാർക്ക് ചെയ്ത് വെക്കാം കേട്ടോ. നോട്ടബിൾ ഷെഡ്യൂൾസ് അതിന്റെ ഒരു എക്സാമ്പിളുകളും കാര്യങ്ങളൊക്കെ മാർക്ക് ചെയ്ത് വെക്കാം. ഷെഡ്യൂൾ എ മുതലല്ലേ ഇനി മിസ് തുടങ്ങേണ്ടത്? ജെ വരെയും പറഞ്ഞല്ലോ. നെക്സ്റ്റ് അതർ ഷെഡ്യൂൾ ആൻഡ് ദെയർ സമ്മറി. എന്താണ് വേറെ നമുക്കിപ്പോ എന്താണ് നോട്ടബിൾ ഷെഡ്യൂളില് ഏതൊക്കെയാണ് പറഞ്ഞിരുന്നത്? ജി, എച്ച്, എക്സ്, ജെ അല്ലേ? അല്ലേ? 4 ജെ. ഇനി ബാക്കിയില്ലേ? എയില് ബാക്കിയുണ്ട് അല്ലേ? അപ്പൊ എ മുതലാണ് കേട്ടോ ഇനി പറയുന്നത്. അതർ ഷെഡ്യൂൾ ആൻഡ് ദെയർ സമ്മറി. മറ്റു ഷെഡ്യൂളുകളും അതിന്റെ സമ്മറി അല്ലേ? എന്തൊക്കെയാണ് ഷെഡ്യൂൾ എ? ഷെഡ്യൂൾ എ എന്തൊക്കെയാ പറയുന്നേ? കണ്ടെയ്ൻ വേരിയസ് ഫോംസ് ആൻഡ് ഫോർമാറ്റ്സ് ഓഫ് ലെറ്റേഴ്സ് ഫോർ അപ്ലിക്കേഷൻസ് ഓഫ് ലൈസൻസിങ് എക്സെട്ര അല്ലേ? നമുക്ക് മാനുഫാക്ചറിംഗ് ലൈസൻസ് വേണം, അതല്ലെങ്കിൽ റീറ്റെയിൽ ലൈസൻസ് വേണം, അല്ലെങ്കിൽ എന്താണ് ഹോൾസെയിൽ ലൈസൻസ് വേണമെങ്കിൽ അതിന് ഓരോ ഫോർമാറ്റുകൾ ഉണ്ട് അല്ലേ? ഇല്ലേ? ഫോമുകൾ ഫില്ല് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അല്ലെ ഓരോ ഫോർമാറ്റുകൾ ഉണ്ട് അല്ലെ? അതിന്റെ അങ്ങനെയുള്ള ഫോർമാറ്റ്സ് ലെറ്റേഴ്സിന്റെ അപ്ലിക്കേഷൻസും ലൈസൻസും ഒക്കെയാണ് ഷെഡ്യൂൾ എയിൽ പറയുന്നത്. എന്താണ്? ഡ്രഗ്സുമായി ബന്ധപ്പെട്ട് ലൈസൻസ് നേടുന്നതിന് വേണ്ട അപ്ലിക്കേഷൻസും അതിന്റെ ഫോർമാറ്റുകളുമാണ് ഷെഡ്യൂൾ എയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നെക്സ്റ്റ് ഷെഡ്യൂൾ ബി. ഷെഡ്യൂൾ ബിയിൽ എന്താണ്? contains fees structure for government runs lab. എന്താണ്? സർക്കാർ നടത്തുന്ന അല്ലെ, സർക്കാരിന്റെ അണ്ടറിൽ നടത്തുന്ന ലാബ്സുകൾക്ക് വേണ്ട ലാബ്സുകളിലെ ഫീസ് സ്ട്രക്ചർ അല്ലെ? ഓരോ എന്ത് ചെയ്യണം? സർക്കാർ നടത്തുന്ന ഹോസ്പിറ്റൽ ലാബുകളാകുമ്പോൾ എന്ത് ചെയ്യണം? സർക്കാർ നിർദ്ദേശിച്ചിട്ടുള്ള ആ പൈസ മാത്രമല്ലേ അവർക്ക് വാങ്ങാൻ പറ്റുള്ളൂ അല്ലേ? അതിൽ കൂടുതൽ അവർക്ക് പേയ്മെന്റ് നടത്താൻ പറ്റോ? പേയ്മെന്റ് വാങ്ങാൻ പറ്റോ പേഷ്യൻസിന്റെ കയ്യിൽ നിന്ന്? ഇല്ല അല്ലെ? അപ്പൊ സർക്കാർ നടത്തുന്ന എന്താണ് ലാബുകളുടെ ഫീസ് സ്ട്രക്ചർ ആണ് ഷെഡ്യൂൾ ബിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഓരോ എന്താണ് ടെസ്റ്റുകൾക്കും എത്ര രൂപ വരെയാണ് അല്ലെ, എത്ര രൂപയാണ് ഫീസ് ആയിട്ട് അവർ ഈടാക്കേണ്ടത് എന്നുള്ള ഒരു സ്ട്രക്ചർ ആണ് ഷെഡ്യൂൾ ബിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ക്ലിയർ ആയോ? Schedule C contains
ബയോളജിക്കൽ പ്രോഡക്ട്സ് ആൻഡ് ദെയർ റെഗുലേഷൻസ്. എന്താണ് നമുക്കറിയാം, പലതരത്തിലുള്ള ബയോളജിക്കൽ പ്രോഡക്ട്സിലൂടെയാണ് അല്ലെ നമ്മൾ ടെസ്റ്റുകൾ നടത്തുന്നത് അല്ലെ. സെറം, ബ്ലഡ് അല്ലെ, സെൽസ്, ടിഷ്യൂസ് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള എന്താണ് ബയോളജിക്കൽ പ്രോഡക്ട്സുകളും അതിന്റെ നിയന്ത്രണങ്ങളും അല്ലെ റെഗുലേഷൻസ് ഒക്കെയാണ് ഷെഡ്യൂൾ സിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എക്സാമ്പിള് സെറം, അഡ്രിനാലിന്, വിറ്റാമിൻസ് എക്സെട്ര. നീ പറയാല്ലേ, നമുക്ക് ബ്ലഡ് പറയാം അല്ലെ, ബോഡി ഫ്ലൂയിഡ്സ് പറയാം അല്ലെ, സെൽസ് പറയാം, ടിഷ്യൂസ് പറയാം അല്ലെ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ, അങ്ങനെയുള്ള പ്രോഡക്ട്സുകളും അതിന്റെ റെഗുലേഷൻസ് നിയന്ത്രണങ്ങളൊക്കെയാണ് ഷെഡ്യൂൾ സിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നെക്സ്റ്റ് എന്താണ് ഷെഡ്യൂൾ ഡി, ലിസ്റ്റ് ഓഫ് drugs accepted from the provision of import drugs. എന്താണ് നമുക്ക് ഇറക്കുമതി ചെയ്യുന്ന മരുന്നുകൾ ഉണ്ടല്ലോ പുറമേ നിന്ന് അല്ലെ, ഫോറിൻ കൺട്രീസിൽ നിന്ന് ഇറക്കുമതി ഇമ്പോർട്ട് ചെയ്യുന്ന മെഡിസിനുകളില്ലേ. അപ്പൊ അങ്ങനെ ഇമ്പോർട്ട് ചെയ്യുന്ന മെഡിസിനുകളുടെ ലിസ്റ്റ് ഉണ്ട്. ഏതൊക്കെ മെഡിസിൻ ആണ് നമുക്ക് ഇമ്പോർട്ട് ചെയ്യേണ്ടത് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ലിസ്റ്റിൽ ഉൾപ്പെടുത്താത്ത അല്ലെ, വിതരണത്തിൽ നിന്ന് ഒഴിവാക്കിയ മരുന്നുകളുടെ വിവരങ്ങളാണ്, ഡീറ്റെയിൽസ് ആണ് ഷെഡ്യൂൾ ഡിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ലിസ്റ്റ് ഓഫ് ഡ്രഗ്സ് എക്സംപ്റ്റഡ്, എക്സംപ്റ്റഡ് എന്ന് പറഞ്ഞാൽ ഒഴിവാക്കുക അല്ലെ, ഫ്രം ദി പ്രൊവിഷൻ ഓഫ് ഇമ്പോർട്ട് ഡ്രഗ്സ്. എന്താണ് ഇറക്കുമതി മരുന്നുകളുടെ വിതരണത്തിൽ നിന്ന് ഒഴിവാക്കിയ മരുന്നുകളുടെ ലിസ്റ്റ്. ക്ലിയർ ആയോ? ഓക്കെ ആണോ എല്ലാവർക്കും? ബാക്കി എന്താ ആരും ഒന്നും പറയാത്തെ, വിഷയം മാത്രം പറയുന്നുള്ളൂ. ഓക്കെ ആണോ എല്ലാവർക്കും? ഓക്കെ, നെക്സ്റ്റ് ഷെഡ്യൂൾ ഇ. ഷെഡ്യൂൾ ഇയിൽ എന്തൊക്കെയാണ് പറയുന്നത്? ദിസ് contain various poisons and regulations അല്ലെ. നമുക്കറിയാം വിപണിയിൽ പല തരത്തിലുള്ള വിഷയങ്ങളുണ്ട് അല്ലെ, പോയിസൺസ് ഉണ്ടല്ലോ, പോയിസൺസ്. അപ്പൊ വിവിധ പോയിസൺസും അവയുടെ നിയന്ത്രണങ്ങളുമാണ് ഷെഡ്യൂൾ ഇയിൽ ഉൾപ്പെടുത്തുന്നത്. എക്സാമ്പിൾ എന്തൊക്കെയാണ്? സർപ്പവിഷ എന്ന് വെച്ചാല് സ്നേക് വെനം അല്ലെ. നമുക്കൊരു പോയിസൺ, നമുക്ക് പാമ്പിന്റെ ഒരു വിഷം, പാമ്പ് കടിച്ചു കഴിഞ്ഞാൽ അത് ഇറക്കണമല്ലോ നമ്മുടെ ശരീരത്തിൽ നിന്ന്, വേണ്ടേ? അപ്പൊ അതിന് ഒരു ആന്റിബോഡി അല്ലെ, ഇതാക്കണോ, ആന്റിജൻ അല്ലെ, നമ്മുടെ ശരീരത്തിൽ ഇതാക്കിയിട്ടല്ലേ ആ വിഷം ഇറക്കുന്നത്, മെഡിസിൻ പ്രയോഗിച്ചിട്ട്. അപ്പൊ അങ്ങനെയുള്ള എന്താണ് സ്നേക് വെനം ആൻഡ് പരാത, അതായത് മെർക്കുറി, അങ്ങനെയുള്ള പോയിസൺസും അതിന്റെ റെഗുലേഷൻസും നിയന്ത്രണങ്ങളൊക്കെയാണ് ഷെഡ്യൂൾ ഇയിൽ ഉൾപ്പെടുത്തുന്നത്. നെക്സ്റ്റ് ഷെഡ്യൂൾ എഫ്. ദിസ് കണ്ടെയ്ൻ റെഗുലേഷൻസ് ആൻഡ് സ്റ്റാൻഡേർഡ്സ് ഫോർ റണ്ണിംഗ് എ ബ്ലഡ് ബാങ്ക്. ഒരു ബ്ലഡ് ബാങ്ക് നടക്കണമെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ വേണം? ബ്ലഡ് ബാങ്ക് പഠിച്ചാലേ നിങ്ങൾ ഡിപ്ലോമയില് ബ്ലഡ് ബാങ്ക് പഠിച്ചു അല്ലെ, അതിൽ പല കാര്യങ്ങളും പറഞ്ഞിട്ടില്ലേ? ലൈസൻസ് ഒക്കെ വേണം അല്ലെ, ബ്ലഡ് ബാങ്ക് നടത്തുന്നതിന് ലൈസൻസ് ഒക്കെ വേണോ? അപ്പൊ എന്താണ് ഒരു ബ്ലഡ് ബാങ്ക് നടത്തുന്നതിനാവശ്യമായിട്ടുള്ള നിയന്ത്രണങ്ങളും എന്തൊക്കെ മാനദണ്ഡങ്ങൾ അല്ലെ, സ്റ്റാൻഡേർഡ്സുകളൊക്കെയാണ് വേണ്ടത് എന്നാണ് ഷെഡ്യൂൾ എഫില് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ക്ലിയർ ആയോ? ഒരു ബ്ലഡ് ബാങ്ക് നടത്തുന്നതിന് അല്ലെ, റൺ ചെയ്യിക്കുന്നതിന് വേണ്ട മാനദണ്ഡങ്ങളും അതിന്റെ നിയന്ത്രണങ്ങളുമാണ് എന്താ ഷെഡ്യൂൾ എഫിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ക്ലിയർ ആണോ? നെക്സ്റ്റ് ഷെഡ്യൂൾ എഫില് വീണ്ടും പറയുന്നുണ്ട്, ഒരു 3 കാറ്റഗറൈസും കൂടി ചെയ്യുന്നുണ്ട് ഷെഡ്യൂൾ എഫിന്. ഷെഡ്യൂൾ F1, ഷെഡ്യൂൾ F2, ഷെഡ്യൂൾ F3. ദിസ് കണ്ടെയ്ൻസ് റെഗുലേഷൻസ് ആൻഡ് സ്റ്റാൻഡേർഡ് ഫോർ വാക്സിൻ. എന്താണ് വാക്സിന്റെ സ്റ്റാൻഡേർഡ്സ് അല്ലെ? നമുക്കറിയാം ഓരോ അസുഖത്തിനും പല രീതിയിലുള്ള വാക്സിനുകൾ നമുക്ക് എടുക്കുന്നുണ്ട് അല്ലെ, കുഞ്ഞു കുട്ടികൾക്ക് മുതൽ അല്ലെ
ബർത്തിങ് മുതൽ അല്ലേ കുട്ടികൾക്ക് വാക്സിനേഷൻ എടുക്കുന്നുണ്ട് അല്ലെ. ഇപ്പൊ പുതുതായി കണ്ടുപിടിച്ച വാക്സിൻ ഏതാണ് നമുക്കൊക്കെ എടുത്തത്? എന്താണ്? കൊറോണ വാക്സിൻ അല്ലെ. കൊറോണയ്ക്ക് വേണ്ടി നമുക്ക് കോവിഡ് വാക്സിൻ എടുത്തു അല്ലെ. അപ്പൊ എന്താണ് വാക്സിനുകളുടെ അല്ലെ വാക്സിനുകളുടെ എന്താ സ്റ്റാൻഡേർഡ്സ് അല്ലെ നിലവാരങ്ങളും അതിന്റെ റെഗുലേഷൻസുമാണ് ഈ ഷെഡ്യൂൾ F1 ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നമുക്കറിയാം ഓരോ വാക്സിനുകളും എടുക്കേണ്ട ഓരോ പ്രായപരിധി ഉണ്ടല്ലോ. കുഞ്ഞുങ്ങൾക്കാണെങ്കിലും 1.5 മാസം അല്ലെ അല്ലെങ്കിൽ 2.5 മാസം അല്ലെ ആ സമയത്ത് എടുക്കേണ്ട വാക്സിൻ ഏതാണ് അല്ലെ. അങ്ങനെയുള്ള മാനദണ്ഡങ്ങളൊക്കെ ഇല്ലേ? 10 വയസ്സില് 15 വയസ്സില് 5 വയസ്സിൽ അല്ലേ. അപ്പൊ അങ്ങനെയുള്ള മാനദണ്ഡങ്ങളും എന്താണ് സ്റ്റാൻഡേർഡ്സ് വാക്സിനുകളുടെ സ്റ്റാൻഡേർഡുകളും ഒക്കെയാണ് ഷെഡ്യൂൾ F1 ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നെക്സ്റ്റ് ഷെഡ്യൂൾ F2. This contains regulations and standards for surgical dressing. നമുക്കറിയാം സർജിക്കൽ ഡ്രസ്സിംഗ് അല്ലെ സർജറി ചെയ്യുന്ന സമയത്ത് എന്താണ് ഡോക്ടേഴ്സിനും സ്റ്റാഫുകൾക്കും പേഷ്യൻസിനും ഒക്കെ ഡ്രസ്സിംഗ് ഉണ്ട് അല്ലേ. അത് നമുക്ക് എല്ലാ മെറ്റീരിയൽസിലും അങ്ങനെയുള്ള ഡ്രസ്സുകൾ നിർമ്മിക്കാൻ പറ്റോ? സർജിക്കൽ ഡ്രസ്സുകളോ? ഇല്ലല്ലോ. അപ്പൊ അതിനൊക്കെ ഓരോ മാനദണ്ഡങ്ങൾ ഉണ്ടല്ലോ, റെഗുലേഷൻസ് ഉണ്ട് അല്ലെ. അണുവിമുക്തമായിരിക്കണം അല്ലെ, ഡിസിൻഫെക്റ്റ് അല്ലെ ഡിസിൻഫെക്റ്റ് ആയിരിക്കണം അല്ലെ. നമുക്ക് എന്താണ് ഒരു തവണ മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലെ സർജിക്കൽ ഡ്രസ്സുകൾ. ആ ഒരൊറ്റ തവണത്തേക്ക് അല്ലെ. പിന്നെ അത് നമ്മൾ എന്ത് ചെയ്യണം? ഡിസ്പോസ് ചെയ്യണം അല്ലെ. ഒരുപാട് റെഗുലേഷൻസ് ഇല്ലേ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഷെഡ്യൂൾ F2 ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ദിസ് കണ്ടെയ്ൻസ് regulations and standards for surgical dressing. Clear ആയോ? ശസ്ത്രക്രിയാ വസ്ത്രധാരണത്തിനുള്ള നിയന്ത്രണങ്ങളും മാനദണ്ഡങ്ങളുമാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. Next, schedule F3. This contains regulations and standards for umbilical stapes. എന്താണ് umbilical stapes? കേട്ടിട്ടുണ്ടോ? umbilical step ന്യൂ ബോണിന്റെ എന്താണ് umbilical tapes? ന്യൂ ബോണിന്റെ പൊക്കിൾക്കൊടിയിൽ ഇടുന്ന ടേപ്പ് അല്ലേ. അമ്മയുടെ മദറിന്റെ കുഞ്ഞിന്റെ എന്ത് ചെയ്യണം? പൊക്കിൾക്കൊടി വേർപ്പെടുത്തി കഴിയുമ്പോ അതിലൊരു ടേപ്പ് ഇടും അല്ലേ. ഉണ്ടോ? ടേപ്പ് ഇടും. അപ്പൊ ആ പൊക്കിൾക്കൊടി ടേപ്പിന്റെ മാനദണ്ഡങ്ങൾ അല്ലെ നമുക്കെല്ലാം നമ്മ യൂസ് ചെയ്യുന്ന സാധാ ടേപ്പുകളൊക്കെ അതിലിടാൻ പറ്റോ? പൊക്കിൾക്കൊടിയും ഇടാൻ പറ്റോ? ഇല്ല അല്ലെ. അതിനു വേണ്ട മാനദണ്ഡങ്ങൾ ഉണ്ട് അല്ലെ. സ്റ്റാൻഡേർഡ്സുകൾ ഉണ്ടല്ലോ. അപ്പൊ പൊക്കിൾക്കൊടി ടേപ്പുകളുടെ മാനദണ്ഡങ്ങളും സ്റ്റാൻഡേർഡ്സുകളും നിയന്ത്രണങ്ങളുമാണ് ഷെഡ്യൂൾ F3 ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ക്ലിയർ ആയോ? നെക്സ്റ്റ് ഷെഡ്യൂൾ FF. ഷെഡ്യൂൾ FF എന്താ പറയുന്നത്? This contains regulations and standards for ophthalmic ointment and solutions അല്ലേ. ഒഫ്താൽമിക് ഓയിൽമെന്റ്സിന്റെയും സൊല്യൂഷന്റെയും നിയന്ത്രണങ്ങളും മാനദണ്ഡങ്ങളും ഉൾപ്പെടുന്നു. Next, schedule K contains various substances and drugs and their corresponding regulations. എന്താണ് ഷെഡ്യൂൾ കെയിൽ? നമുക്കറിയാം നമ്മ ഒരുപാട് ഡ്രഗ്സുകളാണോ? ഒരു ഡ്രഗ്സ് തന്നെയാണോ എല്ലാ സുഖങ്ങൾക്കും ഉപയോഗിക്കുന്നത്? അല്ല അല്ലെ. പല മെഡിസിനുകൾ ഉപയോഗിക്കുന്നില്ല. നമ്മ പറഞ്ഞു അനർജസിക് ഡ്രഗ്സുകൾ അല്ലെ, ആന്റിബയോട്ടിക്സുകൾ അല്ലെ, അങ്ങനെ ഒരുപാട് ഡ്രഗ്സുകൾ യൂസ് ചെയ്യുന്നുണ്ട് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള വിവിധ ഡ്രഗ്സുകളും ഈ ഡ്രഗ്സുകളിൽ തന്നെ പല സബ്സ്റ്റൻസസ് അടങ്ങിയിരിക്കുന്നുണ്ടല്ലോ, കണ്ടൻസ് അല്ലെ, കെമിക്കൽസ് അടങ്ങിയിരിക്കുന്നുണ്ടല്ലോ. അപ്പൊ അങ്ങനെയുള്ള വിവിധ തരത്തിലുള്ള
സബ്സ്റ്റൻസസുകളും ഡ്രഗ്സുകളും അതിന് വേണ്ട അല്ലെ, ഈ സബ്സ്റ്റൻസസിന് അല്ലെങ്കിൽ ഈ ഡ്രഗ്സുകൾക്ക് വേണ്ട റെഗുലേഷൻസ് നിയന്ത്രണങ്ങളൊക്കെയാണ് ഷെഡ്യൂൾ കെയിൽ ഉൾപ്പെടുത്തുന്നത്. ക്ലിയർ ആണോ? Next, Schedule M contains various regulations for manufacturing, premises, waste disposal and equipment. എന്താണ് നമുക്ക് എക്യുപ്മെന്റുകൾ ഉപയോഗിക്കുമ്പോൾ അല്ലെ ഒരുപാട് വേസ്റ്റുകൾ വരാറുണ്ടോ? എക്യുപ്മെന്റുകൾ നിർമ്മാണം അല്ലെ, അതല്ലെങ്കിൽ ഹോസ്പിറ്റലില് നമുക്കറിയാം നമ്മ ബയോളജിക്കൽ വേസ്റ്റ്, മെഡിക്കൽ വേസ്റ്റുകൾ പറഞ്ഞു അല്ലെ, BMW അല്ലെ. പിന്നെ എന്ത് പറഞ്ഞു? സ്പില്ലേജ് വേസ്റ്റ് പറഞ്ഞു അല്ലെ, സ്പില്ലേജ് വേസ്റ്റ് പഠിച്ചില്ലേ? അപ്പൊ എന്ത് ചെയ്യണം? ഈ വേസ്റ്റുകൾ എങ്ങനെ എന്താണ് ഹോസ്പിറ്റലിൽ ഉത്പാദിപ്പിക്കപ്പെടുന്ന ഈ വേസ്റ്റുകളെ നമ്മൾ ഡിസ്പോസ് ചെയ്യണം അല്ലെ, നിർമ്മാർജ്ജനം ചെയ്യണ്ടേ? അപ്പൊ ഇങ്ങനെയുള്ള വേസ്റ്റുകളുടെ നിർമ്മാർജ്ജനവും പിന്നെ എന്താണ് എക്യുപ്മെന്റുകൾ അല്ലെ, എക്യുപ്മെന്റുകളും അതിന്റെ മാനുഫാക്ചറിങ്ങും എക്യുപ്മെന്റുകളുടെ നിർമ്മാണത്തിനു വേണ്ട റെഗുലേഷൻസ് ഒക്കെയാണ് ഷെഡ്യൂൾ എമ്മിൽ ഉൾപ്പെടുത്തുന്നത്. ഇപ്പൊ നമുക്ക് എല്ലാ എക്യുപ്മെന്റുകളും വേസ്റ്റ് ഡിസ്പോസ് ചെയ്യുന്ന എല്ലാ എക്യുപ്മെന്റുകളും നമുക്ക് ഹോസ്പിറ്റലിൽ ഉപയോഗിക്കാൻ പറ്റുമോ? ഇല്ലല്ലോ, ഇല്ല അല്ലെ. അതുമായി ബന്ധപ്പെട്ട അല്ലെ ഹോസ്പിറ്റലിലെ പ്രവർത്തനങ്ങൾക്ക് അഭികാമ്യമായിട്ടുള്ള അല്ലെ ഡിസൈറബിൾ ആയിട്ടുള്ള എക്യുപ്മെന്റ്സുകൾ മാത്രമല്ലേ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ, യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഒരുപാട് സൗണ്ട് വോയിസ് ഉണ്ടാക്കുന്ന എക്യുപ്മെന്റുകളൊക്കെ നമുക്ക് ഹോസ്പിറ്റലിൽ ഉപയോഗിക്കാൻ പറ്റുമോ? ഇല്ല അല്ലെ. മാനുഫാക്ചറിങ് അല്ലെ, അല്ലെങ്കിൽ ഏതൊക്കെ എക്യുപ്മെന്റുകളാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്, പിന്നെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന അല്ലെ ഹോസ്പിറ്റലിലെ പരിസരവുമായി ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന വേസ്റ്റുകളുടെ നിർമ്മാർജ്ജനം അതിനു വേണ്ട റെഗുലേഷൻസ് നിയന്ത്രണങ്ങളൊക്കെയാണ് ഷെഡ്യൂൾ എമ്മിൽ ഉൾപ്പെടുത്തുന്നത്. ക്ലിയർ ആണോ? നെക്സ്റ്റ്, ഷെഡ്യൂൾ എൻ contains various regulations and requirements for a pharmacy. ഫാർമസിയുടെ റെഗുലേഷൻസും അവരുടെ റിക്വയർമെന്റ്സ് അല്ലെ, നമ്മൾ ഫാർമസി പഠിച്ചല്ലേ ഒരുപാട് റിക്വയർമെന്റ്സ് ഉണ്ടോ ഫാർമസിയില്? അവർക്ക് ആവശ്യമായിട്ടുള്ള ഫണ്ടുകൾ വേണം അല്ലെ, എക്യുപ്മെന്റുകൾ വേണം, റെക്കോർഡ്സുകൾ വേണം, സ്റ്റാഫുകൾ വേണം അല്ലെ, മെഡിസിനുകൾ വേണം അല്ലെ, പിന്നെ എന്താണ് സ്റ്റോറേജിന് ആവശ്യമായിട്ടുള്ള ഫെസിലിറ്റീസ് വേണം വേണ്ടേ? കോൾഡ് സ്റ്റോറേജ് നമ്മൾ പറഞ്ഞല്ലോ, കോൾഡ് സ്റ്റോറേജ് അല്ലെ, ജനറൽ മെഡിസിനുകളുടെ സ്റ്റോറേജ് അല്ലെ. അപ്പൊ ഫാർമസിയുടെ ആവശ്യങ്ങൾ അല്ലെ, റിക്വയർമെന്റ്സും അവിടുത്തെ റെഗുലേഷൻസും നിയന്ത്രണങ്ങളും ഒക്കെയാണ് ഷെഡ്യൂൾ എന്നിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നെക്സ്റ്റ്, ഷെഡ്യൂൾ ഓ contains various regulations and requirements for disinfected fluids. എന്താണ് നമ്മൾ ഡിസ്ഇൻഫെക്ഷൻ നടത്തുന്നതിന് വേണ്ടിയിട്ട് ഒരുപാട് ഫ്ലൂയിഡുകൾ ഉപയോഗിക്കുന്നുണ്ട് അല്ലെ, സാനിറ്റേഷൻ പ്രവർത്തനങ്ങൾ അല്ലെ. സാനിറ്റേഷൻ പ്രവർത്തനങ്ങൾ നടത്തുന്നില്ല ഹോസ്പിറ്റലിൽ, നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? അതിനു വേണ്ടി ഡിസ്ഇൻഫെക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരുപാട് ഫ്ലൂയിഡുകൾ ഉപയോഗിക്കുന്നുണ്ട് അല്ലെ, സിഡെക്സ്, ഫിനോയില് ആണോ? അപ്പൊ അങ്ങനെയുള്ള വേരിയസ് എന്താണ് ഫ്ലൂയിഡ്സ് നമ്മൾ ഡിസ്ഇൻഫെക്ട് ചെയ്യുന്നതിന് വേണ്ടി അണുനശീകരണം നടത്തുന്നതിന് ഉപയോഗിക്കുന്ന വിവിധ തരത്തിലുള്ള ഫ്ലൂയിഡ്സുകളും അതിന്റെ നിയന്ത്രണങ്ങളും അതിന്റെ എന്താണ് റിക്വയർമെന്റ്സും ഒക്കെയാണ് ഷെഡ്യൂൾ ഓയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ക്ലിയർ ആയോ? ഇത്ര ഒന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയേ. മിസ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ഒന്നുകൂടി പറയണം. ഷെഡ്യൂൾ ഓയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നമ്മൾ ഹോസ്പിറ്റലില് ഡിസ്ഇൻഫെക്ഷൻ നടത്തുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് ഫ്ലൂയിഡ്സുകൾ ഉപയോഗിക്കുന്നില്ലേ? സിഡെക്സ് ഉപയോഗിക്കുന്നുണ്ട് അല്ലെ, നിങ്ങൾ പഠിച്ചില്ലേ മെറ്റീരിയൽസ് മാനേജ്മെന്റിലൊക്കെ പഠിച്ചില്ലേ സിഡെക്സ് അല്ലെ, ഫിനോയിൽ ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ
അങ്ങനെയുള്ള ഫ്ലൂയിഡ്സുകളുടെ ആവശ്യകത, റിക്വയർമെന്റ്സും അതിന്റെ നിയന്ത്രണങ്ങൾ അല്ലെ. നമുക്ക് മാർക്കറ്റിൽ കിട്ടുന്ന എല്ലാ ഡിസ്ഇൻഫെക്ഷൻ ഫ്ലൂയിഡ്സുകൾ ഉപയോഗിച്ച് നമുക്ക് ഹോസ്പിറ്റൽ വൃത്തിയാക്കാൻ പറ്റോ? ഡിസ്ഇൻഫെക്ഷൻ നടത്താൻ പറ്റോ? ഇല്ല അല്ലെ. ഹോസ്പിറ്റലിലെ സ്റ്റാൻഡേർഡ്സുകൾക്ക് അല്ലെ, നിലവാരങ്ങൾക്ക് അനുസൃതമായിട്ട് വേണ്ടേ? അപ്പൊ അങ്ങനെയുള്ള എന്താണ് ഫ്ലൂയിഡ്സുകളുടെ ആവശ്യകതയും അതിന്റെ റെഗുലേഷൻസ് അല്ലെ, നിയന്ത്രണങ്ങളും ഒക്കെയാണ് ഷെഡ്യൂൾ ഓയില് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ക്ലിയർ ആയോ? ജസ്റ്റ് ഒന്ന് വായിച്ചോക്കേ. ജസ്റ്റ് എടുത്തത് എത്ര എടുത്തത് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. ഇങ്ങനെ ഷെഡ്യൂൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ നിങ്ങൾക്ക് തന്നെ കൺഫ്യൂഷൻസ് വരാം. അതുകൊണ്ടാണ്. ബോറടിക്കുന്നുണ്ടെന്ന് തോന്നണ്. പലരും ലെഫ്റ്റ് ചെയ്തല്ലോ. ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. മിസ് എന്നിട്ട് ബാക്കി എടുക്കാം. പരമാവധി ക്ലാസ്സിൽ ഇരുന്ന് കേൾക്കാൻ തന്നെ നോക്കുക കേട്ടോ. എന്നിട്ട് അതിനൊപ്പിച്ച് നിങ്ങളുടെ നോട്ട്സിൽ എന്തിലാന്ന് വെച്ചാൽ നിങ്ങളൊന്ന് എഴുതുകയും കൂടിയും ചെയ്യാം. നമുക്കറിയാലേ ഡിപ്ലോമയിലും കൂടി കുറച്ചും കൂടി അഡ്വാൻസ് ആണ് അല്ലേ. PG കുറച്ചും കൂടി കൂടുതൽ പഠിക്കാനുണ്ട് അല്ലേ. അപ്പൊ ക്ലാസ്സുകളൊക്കെ മിസ്സാക്കാതിരിക്കുക. കേറിയാല് ക്ലാസ് മുഴുവൻ അറ്റൻഡ് ചെയ്യാൻ നോക്കുക. ഒന്നുകൂടി പറയണം. Contains various substances and drugs and their corresponding regulations. എന്താണ്? നമ്മ പലതരത്തിലുള്ള ഡ്രഗ്സുകൾ ഉപയോഗിക്കുന്നുണ്ടല്ലോ. അനൽജസിക് ഡ്രഗ്സുകൾ അല്ലെ, പെയിൻ കില്ലേഴ്സ് അല്ലെ, ആന്റിബയോട്ടിക്സുകൾ അല്ലെ, ഒരുപാട് ഡ്രഗ്സുകൾ ഉപയോഗിക്കുന്നുണ്ട് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ഡ്രഗ്സുകൾ, വേരിയസ് ഡ്രഗ്സുകൾ. അപ്പൊ ഈ ഡ്രഗ്സുകളിലൊക്കെ ഉപയോഗിക്കുന്ന കണ്ടന്റുകൾ ഒരുപോലെയുള്ളതാണോ? സബ്സ്റ്റൻസസ് അടങ്ങിയിരിക്കുന്ന സബ്സ്റ്റൻസസ് ആണോ? അല്ല അല്ലെ. പലതരത്തിലുള്ള നിങ്ങൾ മെഡിസിനിൽ ചെയ്തിട്ടുണ്ടോ? പല സബ്സ്റ്റൻസുകൾ അല്ലെ, പല സബ്സ്റ്റൻസുകൾ അടങ്ങിയിരിക്കുന്നുണ്ട് അല്ലെ. അപ്പൊ വേരിയസ് അങ്ങനെ ഇപ്പൊ എന്താണ് മെഡിസിനുകൾ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന പല സബ്സ്റ്റൻസുകളും കൂടാതെ പല മെഡിസിനുകളും ഡ്രഗ്സുകളൊക്കെയാണ് ഷെഡ്യൂൾ കെയില് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ക്ലിയർ ആയോ? അതിന്റെ നിയന്ത്രണങ്ങൾ ഇപ്പൊ നമ്മൾ പറഞ്ഞു. പാറ്റേൺ ഡ്രഗ്സ് അല്ലെ, പാറ്റേൺ ഡ്രഗ്സ് പറഞ്ഞോ. ബ്രാൻഡഡ് ഡ്രഗ്സ് അത് ലേബൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, അത് നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ട് റെഗുലേഷൻസ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ സർ? ലേബലിംഗ് അല്ലെ, സ്റ്റാൻഡേർഡ് ആയിരിക്കണം അല്ലെ അതിന്റെ ലേബലിംഗ് അല്ലെ, ഷേപ്പ്, സൈസ് അല്ലെ. അപ്പൊ ഓരോന്നിന്റേതായ റെഗുലേഷൻസ് ഉണ്ടല്ലോ, നിയന്ത്രണങ്ങൾ ഉണ്ടല്ലോ. അപ്പൊ അങ്ങനെയുള്ള വേരിയസ് ഡ്രഗ്സുകള് കൂടാതെ എന്താണ് ഓരോ ഡ്രഗ്സിൽ അടങ്ങിയിരിക്കുന്ന സബ്സ്റ്റൻസസുകള് അതിന്റെ നിയന്ത്രണങ്ങളൊക്കെ ആ റെഗുലേഷൻസ് എല്ലാമാണ് ഷെഡ്യൂൾ കെയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ക്ലിയർ ആയോ സെമീന അല്ലേ ചോദിച്ചേ? നെക്സ്റ്റ് എടുക്കാറോ? ക്ലിയർ ആയില്ലേ? അത് ഷെഡ്യൂളൊക്കെ ഒന്ന് തീർക്കാം. എന്നിട്ട് ഷെഡ്യൂൾ കഴിഞ്ഞിട്ട് പിന്നെ സിമ്പിൾ ആണ് കേട്ടോ. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. പിന്നെ സിമ്പിൾ ആണ്. ഷെഡ്യൂൾ പി contains regulations regarding life period and storage of various drugs അല്ലെ. നമുക്കറിയാം ഓരോ ഡ്രഗ്സുകൾക്കും ലൈഫ് പീരീഡ് ഉണ്ടോ, എക്സ്പയറി ഡേറ്റ് അല്ലെ, ലൈഫ് പീരീഡ് ഉണ്ടോ? നമുക്കറിയാം ഓരോ ഡ്രഗ്സുകളും ഇത്ര നാൾ വരെ യൂസ് ചെയ്യാൻ പാടുള്ളൂ അല്ലെ. അത് അപ്പൊ എന്താണ് അങ്ങനെയുള്ള ലൈഫ് പീരീഡ്, ഓരോ ഡ്രഗ്സുകളുടെ ലൈഫ് പീരീഡും അതിന്റെ എന്താണ് സ്റ്റോറേജ് അല്ലെ. നമുക്കറിയാം എല്ലാ മെഡിസിനുകളും നമ്മൾ ഒരേപോലെയാണ് സ്റ്റോർ ചെയ്യുന്നത്. കോൾഡ് സ്റ്റോറേജ് ഉണ്ട് അല്ലെ, നാർക്കോട്ടിക് ഡ്രഗ്സുകൾ സ്റ്റോർ ചെയ്യാനായിട്ട് അല്ലെ. പ്രത്യേക വിഭാഗം തന്നെ വേണം അല്ലെ നാർക്കോട്ടിക് ഡ്രഗ്സുകൾ സ്റ്റോർ ചെയ്യാനായിട്ട്. അപ്പൊ
സ്റ്റോറേജ് ഓഫ് വേരിയസ് ഡ്രഗ്സ്, പല മെഡിസിനുകളും സ്റ്റോർ ചെയ്യാനുള്ള നിയന്ത്രണങ്ങള്. പിന്നെന്താണ് മെഡിസിനുകളുടെ ലൈഫ് പീരീഡ് അല്ലെ, ജീവിത കാലയളവൊക്കെയാണ് നമ്മുടെ ഷെഡ്യൂൾ P-യിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഷെഡ്യൂൾ P1 contains regulation regarding retail package sales of various drugs. Various drugsകളുടെ റീറ്റെയിൽ പാക്കേജ് സൈസ് എങ്ങനെയായിരിക്കണം എന്നാണ് ഷെഡ്യൂൾ P1 ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നമ്മ വാങ്ങിക്കുന്ന എല്ലാ മെഡിസിനുകളുടെയും പാക്കേജിങ് ഒരേപോലെയാണോ? ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതൊക്കെ ഒരേപോലെയാണോ? സെയിം സൈസിലാണോ നമുക്ക് ലഭിക്കുന്നത്? എല്ലാം ഓരോ സൈസ് ആണോ? അല്ല അല്ലെ, പലതിനും ഡിഫറെന്റ് സൈസ് ആണ് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള റീറ്റെയിൽ പാക്കേജ് സൈസിന്റെ റെഗുലേഷൻസ്, നിയന്ത്രണങ്ങളാണ് ഷെഡ്യൂൾ P1 ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ക്ലിയർ ആയോ? നമുക്കറിയാമോ ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു? നിനക്കറിയാമായിരുന്നോ? അതിനനുസരിച്ചാണ് ഇങ്ങനെ പാക്കേജിങ് ചെയ്യുന്നതെന്ന് അറിയാമായിരുന്നോ? ഇങ്ങനെ നിയന്ത്രണങ്ങളുണ്ട് അല്ലെ. നമ്മൾ വിചാരിച്ചിരിക്കുന്നത് ആ മെഡിസിന്റെ വലിപ്പം അനുസരിച്ചല്ലേ, മെഡിസിന്റെ വലിപ്പം അനുസരിച്ചാണ് പാക്കിങ് വന്നേക്കുന്നത് അല്ലെ. അതല്ല, എന്താണ് പറയുന്നത്? എന്താണ്? ഓരോ മെഡിസിനുകളുടെ പാക്കേജിങ് സൈസ് ഉണ്ട്, റിറ്റെയിൽ പാക്കേജിങ് സൈസ് ഉണ്ട്, അതിന്റെ നിയന്ത്രണങ്ങളുണ്ട് അല്ലെ. അതൊക്കെയാണ് ഷെഡ്യൂൾ P1 ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ക്ലിയർ ആയോ? നെക്സ്റ്റ് നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല, നിങ്ങൾ തന്നെ പറയാം. ഷെഡ്യൂൾ K contains list of permitted dyes and pigments in soap and cosmetics. എന്താണ്? ഓരോരുത്തരായിട്ട് പറഞ്ഞേ. പെർമിറ്റഡ് ഡൈസ് എന്ന് പറഞ്ഞാൽ എന്താ? ഡൈസ്, ഡൈ എന്തിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? നമ്മൾ യൂസ് ചെയ്യാറില്ല. ഹെയർ കറുപ്പിക്കാനായിട്ട് അല്ലെ. അപ്പൊ എന്താണ് പെർമിറ്റഡ് ഡൈസ്? എന്താണ്? നമുക്ക് അനുവദിച്ചിട്ടുള്ള ഡൈസുകൾ ഉണ്ടായി അല്ലെ. ഹെയർ ഡ്രൈ ചെയ്യാൻ, ഡൈ ചെയ്യാനായിട്ട്, കളർ ചെയ്യാനായിട്ട് മാർക്കറ്റില്ല. അപ്പൊ അങ്ങനെയുള്ള ഡൈസ് ആൻഡ് പിഗ്മെന്റ്സ് ഇൻ സോപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? അതിന് ഉപയോഗിക്കുന്നതായി പിഗ്മെന്റ് കേട്ടിട്ടില്ലേ? പിഗ്മെന്റ് മുഖക്കുരു പോകുന്നതിന് അല്ലേ, നമ്മുടെ മുഖത്ത് വരുന്ന പിഗ്മെന്റ്സ്, മുഖക്കുരു പോകുന്നതിനുള്ള സോപ്പ്. ഇതൊക്കെ ആരാ എഴുതുന്നത്? ഈ സോപ്പുകളൊക്കെ, മുഖക്കുരുവിന് സോപ്പ്, കോസ്മെറ്റിക്സ് പ്രോഡക്ട്സുകൾ, നമ്മൾ ഉപയോഗിക്കുന്ന ഷാംപൂ, ഓയില്, അതൊക്കെ ആരാ എഴുതുന്നേ? സ്കിന്നില് ഡ്രൈ ആണ്, സ്കിന്നിന്റെ ഡോക്ടേഴ്സ് ആയിരിക്കും അല്ലെ, ഡെർമറ്റോളജിസ്റ്റ്. അപ്പൊ അങ്ങനെയുള്ള എന്താണ് സാധനങ്ങളെ, ഐറ്റംസ് ആണ് ഷെഡ്യൂൾ Qയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഷെഡ്യൂൾ Qയിൽ എന്താണ്? ഡൈസ്, നമുക്ക് അനുവദിച്ചിട്ടുള്ള, മാർക്കറ്റിൽ അനുവദിച്ചിട്ടുള്ള ഹെയർ ഡയേഴ്സിന്റെ ലിസ്റ്റ്. പിന്നെ പിഗ്മെന്റ്സ് ഇൻ സോപ്പ് അല്ലെ, നമ്മൾ പിഗ്മെന്റ്സിന് ഉപയോഗിക്കുന്ന സോപ്പുകളുടെ ലിസ്റ്റ്. കൂടാതെ കോസ്മെറ്റിക്സ് അല്ലെ, അതൊക്കെയാണ് ഷെഡ്യൂൾ Qയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്, സൗന്ദര്യവർദ്ധക വസ്തുക്കൾ. നെക്സ്റ്റ് ഷെഡ്യൂൾ R contain various regulations and requirements for condoms and mechanical contraceptives അല്ലെ. എന്താണ്? വിപണിയില് പ്രഗ്നൻസി അവോയ്ഡ് ചെയ്യാൻ ഉപയോഗിക്കുന്ന പല മാർഗങ്ങളുണ്ട് അല്ലെ, പല ഗുളികകളുണ്ട് അല്ലെ, IPS, പല മെഡിസിനുകളും അല്ലെ. അപ്പൊ അങ്ങനെയുള്ള എന്താണ്? മെക്കാനിക്കൽ കോൺട്രാസെപ്റ്റീവ്, നമ്മ ഗർഭനിരോധനം നടത്തുന്നതിന് വേണ്ടി അല്ലെ, ഗർഭം ഉണ്ടാവാതിരിക്കാൻ വേണ്ടി കഴിക്കുന്ന മെഡിസിനുകൾ, അതിനുവേണ്ടി ഉപയോഗിക്കുന്ന വസ്തുക്കള്, കൂടാതെ കോണ്ടം, അതൊക്കെയാണ് അതിനുവേണ്ടി അതൊക്കെ ആവശ്യകതയും അതിന്റെ എന്താണ് റെഗുലേഷൻസ്, നിയന്ത്രണങ്ങളൊക്കെയാണ് ഷെഡ്യൂൾ R ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഓക്കെ അല്ലേ? നെക്സ്റ്റ് ഷെഡ്യൂൾ S lists various cosmetic and toiletries and direct the manufacturer of cosmetics to conform to the latest Bureau of Indian Standard requirements. എന്താണ്? വിവിധ ടോയ്ലറ്റ് വസ്തുക്കൾ, സൗന്ദര്യവർദ്ധക വസ്തുക്കൾ അല്ലെ,
നമുക്കറിയാലോ നിങ്ങൾക്കറിയാലോ പല വസ്തുക്കളുണ്ട് അല്ലെ ഇപ്പൊ വിപണിയിൽ നമുക്ക് കോസ്മെറ്റിക്സിന് വേണ്ടിയിട്ട് ആണോ പണ്ടുള്ള അത്രയും സാധനങ്ങൾ മാത്രം ആണോ ഇപ്പൊ ഉള്ളത് വിപണിയില്? ഇപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ അല്ലെ എന്താണ് നമ്മുടെ ലിപ്സ്റ്റിക്കിന്റെ തന്നെ ഒരു ബ്രാൻഡാണുള്ളത്. ലിപ്സ്റ്റിക്കിന്റെ ആണെങ്കിൽ ഒരു ബ്രാൻഡാണുള്ളത് അല്ല അല്ലെ നമ്മുടെ ഇതേപോലെ ഫേസ് ക്രീമുകളുടെ ഒരു ബ്രാൻഡാണുള്ളത്. എത്രത്തോളം ഉണ്ട് അല്ലെ? ഒരുപാട് ബ്രാൻഡുകൾ ഉണ്ട് അല്ലെ. അപ്പൊ എന്താണ് ലിസ്റ്റ് വേരിയസ് കോസ്മെറ്റിക്സ്, വിവിധ തരത്തിലുള്ള കോസ്മെറ്റിക്സും ആൻഡ് ടോയ്ലറ്ററീസ് അല്ലെ ടോയ്ലറ്റിൽ ഉപയോഗിക്കുന്ന സാധനങ്ങൾ അല്ലെ പാമ്പേഴ്സ്, പാഡ്സുകള്, സോപ്പുകള്, ഷാമ്പുകള് അല്ലെ അങ്ങനെയുള്ള സാധനങ്ങള് ആൻഡ് ഡയറക്ട്സ് ദ മാനുഫാക്ചേഴ്സ് ഓഫ് കോസ്മെറ്റിക്സ് ടു കൺഫോം to the latest Bureau of Indian Standard Requirements. എന്താണ് നമ്മുടെ ഏറ്റവും പുതിയ ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ആവശ്യങ്ങൾക്ക് അനുസൃതമായിട്ടുള്ള അല്ലെ പുതിയ സാധനങ്ങൾ ഒരുപാട് സാധനങ്ങൾ ഉണ്ടെങ്കിലും എല്ലാത്തിനും ഒരു ഇതുണ്ടോ, ക്വാളിറ്റി ഉണ്ടോ? ക്വാളിറ്റി ഉണ്ടോ? സെയിം ക്വാളിറ്റി ആണോ? ഗുണനിലവാരമാണോ? അല്ല അല്ലെ. എന്ത് അപ്പൊ എന്താണ് അങ്ങനെയുള്ള നമ്മുടെ എന്താണ് പുതിയ ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ആവശ്യങ്ങൾക്ക് അല്ലെ നമ്മുടെ എന്താണ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ആവശ്യങ്ങൾക്ക് അനുസൃതമായിട്ടുള്ള സൗന്ദര്യ വസ്തുക്കളുടെ എന്താണ് ലിസ്റ്റാണ് നമ്മുടെ ഷെഡ്യൂൾ എസിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എല്ലാമില്ല എന്താണ് ലേറ്റസ്റ്റ് ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് റിക്വയർമെന്റ്സ് അല്ലെ നമ്മുടെ ഇന്ത്യയുടെ നിലവാരങ്ങൾക്ക് അനുസൃതമായിട്ടുള്ള കോസ്മെറ്റിക്സുകളുടെയും ടോയ്ലറ്ററീസിന്റെയും ലിസ്റ്റ് ആണ് ഷെഡ്യൂൾ എസിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ക്ലിയർ ആയോ? നമുക്കറിയാം മാർക്കറ്റില് ഫേക്ക് പ്രോഡക്റ്റുകൾ ഉണ്ടല്ലേ, ഫേക്ക് പ്രോഡക്റ്റുകൾ ഉണ്ടല്ലോ. അപ്പൊ അങ്ങനെയുള്ള ഫേക്ക് പ്രോഡക്റ്റുകൾ ഒന്നുമില്ല. എന്താണ് നമ്മുടെ സ്റ്റാൻഡേർഡ് അല്ലെ ഇന്ത്യൻ സ്റ്റാൻഡേർഡിന് അനുസൃതമായിട്ടുള്ള കോസ്മെറ്റിക്സും ടോയ്ലറ്ററീസ് ഒക്കെയാണ് നമ്മുടെ ഷെഡ്യൂൾ എസിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നെക്സ്റ്റ് ഷെഡ്യൂൾ ടി contains various regulations and requirements for manufacturers of Ayurvedic, Siddha and Unani products അല്ലെ. നമുക്കറിയാം പലതരത്തിലുള്ള സിസ്റ്റം ഉണ്ട് അല്ലെ, മെഡിസിൻ സിസ്റ്റം. ആയുർവേദ ഉണ്ട്, സിദ്ധ ഉണ്ട് അല്ലെ, ഹോമിയോപ്പതി ഉണ്ട് അല്ലെ. അപ്പൊ എന്താണ് ഈ ആയുർവേദിക്കിന്, സിദ്ധ, യുനാനി ഇതിന്റെ മാനുഫാക്ചർ ഇതിനാവശ്യമായിട്ടുള്ള ഡ്രഗ്സുകളൊക്കെ നിർമ്മിക്കണ്ടേ, മെഡിസിനുകള്, മരുന്നുകള് അല്ലെ. അപ്പൊ ആ മാനുഫാക്ചർ ഈ ആയുർവേദ, സിദ്ധ, യുനാനി പ്രൊഡക്ട്സുകളുടെ നിർമ്മാണത്തിന് വേണ്ട ആവശ്യകതയും അതിന്റെ റെഗുലേഷൻസ് നിയന്ത്രണങ്ങളും ഒക്കെയാണ് ഷെഡ്യൂൾ ടിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ക്ലിയർ ആയോ? Next, Schedule U contains various regulations and requirements for record keeping. ഒന്നുകൂടെ പറയണം. നമുക്കറിയാം നമുക്ക് ആയുർവേദിക്കിലാണെങ്കിൽ പ്രോഡക്ട്സുകൾ, ആയുർവേദിക് പ്രോഡക്റ്റുകൾ എന്ന് പറഞ്ഞാൽ എന്താ നിങ്ങൾക്ക് അറിയാവുന്നത്? എന്തൊക്കെ അറിയാം നിങ്ങൾക്ക്? മെഡിസിനുകൾ ഉണ്ട് അല്ലെ, ആയുർവേദ മെഡിസിൻ ഇല്ലേ? ആയുർവേദ മെഡിസിൻ ഉണ്ട്. കുഴമ്പുകൾ ഉണ്ട് അല്ലെ, കുഴമ്പുകളുണ്ടോ? കഷായങ്ങളുണ്ട് അല്ലെ, കഷായങ്ങളുണ്ട്, അരിഷ്ടങ്ങളുണ്ട് അല്ലെ. അതേപോലെ എന്താണ് നമുക്ക് സിദ്ധ, യുനാനി പ്രോഡക്ട്സുകൾ ഉണ്ടോ, മെഡിസിനുകളൊക്കെ ഉണ്ടോ സിദ്ധ യുനാനിയിലെ? ആ സിസ്റ്റത്തിൽ ഉപയോഗിക്കുന്ന, അതുമായി ബന്ധപ്പെട്ട ട്രീറ്റ്മെന്റിന് ഉപയോഗിക്കുന്ന. അപ്പൊ അങ്ങനെയുള്ള പ്രോഡക്ട്സുകൾക്ക് ആവശ്യമായിട്ടുള്ള റിക്വയർമെന്റ്സ്, അതിന്റെ ആവശ്യകതകളും അതിന്റെ റെഗുലേഷൻസും. സിദ്ധ എന്ന് പറഞ്ഞാൽ നാച്ചുറൽ അലോപ്പതിയാണ്, നമ്മുടെ നാച്ചുറുമായി ബന്ധപ്പെട്ട. മിസ് അത് നിങ്ങൾക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഒന്ന് പറഞ്ഞുതരാം കേട്ടോ. സിദ്ധ അപ്പൊ എന്താ നിങ്ങൾ ഫസ്റ്റ് റെമിഡീസിൽ എടുത്ത ക്ലാസ്സിൽ ഉണ്ടായില്ലേ യുനാനി, സിദ്ധ, മെഡിസിൻ ഉണ്ടായില്ലേ ഹിസ്റ്ററിയില? നാച്ചുറൽ അല്ലേ, പ്രകൃതിദത്തമായ ട്രീറ്റ്മെന്റ് അല്ലേ സിദ്ധ?
ഓക്കെ. അപ്പൊ അങ്ങനെയുള്ള ഇതിന്റെ എന്താണ് പ്രോഡക്ട്സുകളുടെ ആവശ്യകതകളും അതിന്റെ റിക്വയർമെന്റ്സും റെഗുലേഷൻസ് നിയന്ത്രണങ്ങളൊക്കെയാണ് ഷെഡ്യൂൾ ടിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഓക്കെ ആണോ? ക്ലിയർ ആയോ? നെക്സ്റ്റ് ഷെഡ്യൂൾ യു. ഷെഡ്യൂൾ യു എന്താണ്? കണ്ടെയ്ൻസ് വേരിയസ് റെഗുലേഷൻസ് ആൻഡ് റിക്വയർമെന്റ്സ് ഫോർ റെക്കോർഡ് കീപ്പിംഗ്. നമുക്കറിയാം നമ്മ ഹോസ്പിറ്റലില് ഫാർമസിയില് അല്ലെങ്കിൽ ഹോസ്പിറ്റലില് ഫാർമസിയിൽ നമ്മൾ ഒരുപാട് റെക്കോർഡുകൾ കീപ്പ് ചെയ്യുന്നുണ്ട് അല്ലെ? ഫാർമസിയിൽ പഠിച്ചില്ലേ? ഡിപ്ലോമയില് പഠിച്ചോ റെക്കോർഡ്സുകൾ അല്ലെ? അപ്പൊ അങ്ങനെയുള്ള റെക്കോർഡ്സുകളുടെ സൂക്ഷിക്കുന്ന നമ്മുടെ ഫാർമസിയിലെ അല്ലെങ്കിൽ ഡ്രഗ്സുമായി ബന്ധപ്പെട്ട് സൂക്ഷിക്കുന്ന ഡ്രഗ്സുകളുടെ എന്താണ് റെക്കോർഡുകളുടെ റെഗുലേഷൻസ് നിയന്ത്രണങ്ങള് അതിന്റെ ആവശ്യകതകൾ എന്തെല്ലാമാണെന്നാണ് ഷെഡ്യൂൾ യുയിൽ ഉൾപ്പെടുത്തുന്നത്. നെക്സ്റ്റ് ഷെഡ്യൂൾ വി കണ്ടെയ്ൻ സ്റ്റാൻഡേർഡ് ഫോർ ഡ്രഗ് പാറ്റേൺസ്. പാറ്റേൺസ് എന്ന് പറഞ്ഞാൽ എന്താ? പാറ്റേൺ ഡ്രഗ്സ് മിസ് എടുത്താണ് പാറ്റേൺ ഡ്രഗ്സ്. പാറ്റേൺ ഡ്രഗ്സ് എന്താണ്? മറന്നുപോയോ? ബ്രാൻഡഡ് ഡ്രഗ്സ് മറന്നുപോയോ? ബ്രാൻഡഡ് ഡ്രഗ്സിലെ മറന്നുപോയാ? എന്താണ്? ബ്രാൻഡഡ് ഡ്രഗ്സ് വർക്കരുത്. ഇനി ഇതാവരുത് കേട്ടോ. ഇതേനാ കണ്ടോ? ഡ്രഗ് ലൈസൻസ് ഉണ്ടോ? ഡ്രഗ് ലൈസൻസ് അതിലെ സ്റ്റാറ്റസ് ക്യാൻ ബി ഫർദർ ഡിസ്ക്രൈബ്ഡ് ആസ് എ ജനറിക് ഡ്രഗ് ഓർ എ പാറ്റേൺ ഡ്രഗ്സ് അല്ലെ? നമ്മുടെ എന്താണ് ബ്രാൻഡഡ് ഡ്രഗ്സ് ആണോ അല്ലെങ്കിൽ ജനറിക് ഡ്രഗ് ആണോ എന്ന് നീ എന്താണ് സ്റ്റാറ്റസ് ചെയ്യാതെ എന്താണ് എല്ലാത്തിനും എന്ത് വേണം? മാനുഫാക്ചറിങ് ലൈസൻസ് വേണല്ലേ? എന്നെ അപ്പൊ ഇവിടെ ഒന്ന് കറക്റ്റ് ചെയ്ത് എഴുതി വെക്കാട്ടോ. പാറ്റന്റ് എന്നുള്ളടത്ത് ബ്രാൻഡഡ് എന്നൊന്ന് എഴുതി വെക്കാട്ടോ, മനസ്സിലാകാൻ വേണ്ടിയിട്ടാ. നീ ചോദിക്കുമ്പോ നിങ്ങൾക്ക് കൺഫ്യൂഷൻസ് വരരുത്. അപ്പൊ ഇവിടെ എന്താണ് പറഞ്ഞിരിക്കുന്നത്? പാറ്റേൺ ഡ്രഗ്സ് അല്ലെ? ഓരോ ബ്രാൻഡഡ് ഡ്രഗ്സുകൾക്കും വേണ്ട സ്റ്റാൻഡേർഡ് അല്ലെ നിലവാരങ്ങളാണ് നമ്മുടെ ഷെഡ്യൂൾ ബിയില് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ക്ലിയർ ആയോ? നെക്സ്റ്റ് ഷെഡ്യൂൾ ഡബ്ല്യു. ഷെഡ്യൂൾ ഡബ്ല്യുലോ കണ്ടെയ്ൻസ് ജനറിക് ഡ്രഗ് ലിസ്റ്റ്. എന്താണ് ജനറിക് ഡ്രഗ്സ്? ജനറൽ ആയിട്ടുള്ള ജനറിക് ഡ്രഗുകളുടെ ലിസ്റ്റ് ആണ് അല്ലെ? ഇപ്പൊ നമ്മ പറഞ്ഞില്ലേ പാരസെറ്റാമോൾ അല്ലേ? അസിത്രോമൈസിൻ അല്ലെ? പാരസെറ്റാമോള്, അസിത്രോമൈസിൻ അങ്ങനെയുള്ള ജനറിക് ഡ്രഗുകളുടെ എന്താണ് ലിസ്റ്റ് പേരുകളാണ് ഷെഡ്യൂൾ ഡബ്ല്യുല് ഉൾപ്പെടുത്തുന്നത്. ഷെഡ്യൂൾ വൈയില് കണ്ടെയ്ൻസ് റിക്വയർമെന്റ്സ് ആൻഡ് ഗൈഡ് ലൈൻ ഫോർ ക്ലിനിക്കൽ ട്രയൽസ് അല്ലെ? നമ്മ എന്ത് ചെയ്യണം? ഓരോ ഡ്രഗ്സുകളും ചെയ്ത് നമ്മൾ നിർമ്മിച്ച് കഴിയുമ്പോൾ ട്രയൽ നടത്തണോ? അങ്ങനെയുള്ള ക്ലിനിക്കൽ ട്രയലുകളുടെ ഗൈഡ് ലൈൻസ് മാർഗനിർദ്ദേശങ്ങളാണ് ഇതിലെ ഷെഡ്യൂൾ വൈയില് ഉൾപ്പെടുത്തുന്നത്. ക്ലിയർ ആയോ? ഇനി അവിടെ ഒരു സെഡ് ഉണ്ട്. സെഡ് അവിടെ ഇല്ല, നിങ്ങൾ എഴുതി ചേർത്തേ ഷെഡ്യൂൾ സെഡ്. നമുക്കറിയാം ഈ മുതൽ ഇസെഡ് വരെയാണ് ഉള്ളത്. ഓക്കെ, വൈൽ വരെയും കൊടുത്തിട്ടുള്ളൂ. ഷെഡ്യൂൾ സെഡ് എഴുതിയേ. ഷെഡ്യൂൾ സെഡ് ഷെഡ്യൂൾ എക്സ് നേരത്തെ കൊടുത്തതിലുണ്ട് കേട്ടോ.
എക്സ് നമ്മുടെ നോട്ടബിൾ ഷെഡ്യൂൾസ് അല്ലേ, അതിൽ കിടക്കുന്നുണ്ട് കേട്ടോ എക്സ്. ഷെഡ്യൂൾ സെഡ്, ലിസ്റ്റ് ലിസ്റ്റ് അപ്രൂവ്ഡ് drugs for veterinary use. വെറ്റിനറി യൂസിന് അനുവദിച്ചിട്ടുള്ള ഡ്രഗ്സുകളുടെ ലിസ്റ്റ് ആണ് ഷെഡ്യൂൾ സെറ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കിട്ടിയോ? ഷെഡ്യൂൾ സെറ്റ് ലിസ്റ്റ് അപ്രൂവ്ഡ് ഡ്രഗ്സ് ഫോർ വെറ്റിനറി യൂസ്. ഷെഡ്യൂള് ക്ലിയർ ആയോ? ബാക്കി നേരത്തെ എടുത്തത് കഴിഞ്ഞിട്ട് വായിച്ചു നോക്കിയത് കഴിഞ്ഞിട്ടുള്ളതൊന്ന് വായിച്ചു നോക്കിയേ. ഷെഡ്യൂൾ പി മുതൽ വായിച്ചു നോക്കിയേ. ഷെഡ്യൂൾ സെഡ് നമുക്ക് വെറ്റിനറി യൂസിന് അല്ലെ, വെറ്റിനറി യൂസില്ലേ, വെറ്റിനറി യൂസ് എന്ന് പറഞ്ഞാൽ എന്താ പറയണോ? വെറ്റിനറി യൂസ് അനിമൽസിന് ഉപയോഗിക്കാം അല്ലെ. അപ്പൊ അനിമൽസിന് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മരുന്നുകളില്ലേ, അപ്രൂവ് ചെയ്തിരിക്കുന്ന അനുവദിച്ചിട്ടുള്ള മരുന്നുകളില്ലേ, അങ്ങനെയുള്ള മരുന്നുകളാണ് ഷെഡ്യൂൾ സെഡിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ക്ലിയർ ആയോ? ഒന്ന് വായിച്ചു നോക്കിയേ. മിസ് എടുത്ത് ഇത്രയും ഭാഗം ഒന്ന് വായിച്ചു നോക്കിയേ. ഷെഡ്യൂൾ വൈ എന്ന് പറയുന്നത് നമുക്ക് ക്ലിനിക്കൽ, നമ്മളൊരു മരുന്ന് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ അത് പരീക്ഷിക്കണോ, ട്രയൽ ചെയ്യണോ? ഇപ്പൊ മെഡിസിൻ അല്ലേ, ഒരു മെഡിസിൻ റിസർച്ച് ചെയ്ത് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ അത് എന്ത് ചെയ്യാം, നമ്മ അനിമൽസിലൊക്കെ പരീക്ഷിച്ചു നോക്കും അല്ലെ. അപ്പൊ ആ ട്രയൽസിന്, ക്ലിനിക്കൽ ട്രയൽസിന് വേണ്ട ഗൈഡ് ലൈൻസ് അല്ലെ, മാർഗനിർദ്ദേശങ്ങളാണ് ഷെഡ്യൂൾ വൈയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ക്ലിയർ ആയോ? മനുഷ്യരിൽ നേരിട്ട് പ്രയോഗിക്കാൻ പറ്റുമോ ഒരു മരുന്ന് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ? ഇല്ല അല്ലെ. അപ്പൊ അതിനെന്താണ്, കുറച്ച് ഗൈഡ് ലൈൻ ഉണ്ടാവുമല്ലോ, ഒരു മരുന്ന് പരീക്ഷിക്കുന്നതിന് വേണ്ട മാർഗനിർദ്ദേശങ്ങൾ ഉണ്ടാവുമല്ലോ. ഇപ്പൊ നിങ്ങളുടെ ക്ലാസ്, ഈ ഒരു ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ എന്ത് ചെയ്യും, കുറച്ച് ഇൻട്രൊഡക്ഷൻ എടുക്കാറുണ്ടല്ലോ, ഇൻട്രൊഡക്ഷൻ ക്ലാസ്. അതെന്താണ്, നിങ്ങൾക്ക് തരുന്ന ഒരു ഗൈഡ് ലൈൻ ആണ് അല്ലെ, ഈ ക്ലാസ് എങ്ങനെ അറ്റൻഡ് ചെയ്യണം അല്ലെ, നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങൾ തരുന്നുണ്ട് അല്ലെ. അപ്പൊ എന്താ, ഇങ്ങനെയുള്ള ക്ലിനിക്കൽ ട്രയൽസിന് ഒരു പരീക്ഷണം, ഒരു മരുന്ന് കണ്ടുപിടിച്ച് അത് പരീക്ഷിക്കുന്ന സമയത്ത് ആവശ്യമായിട്ടുള്ള മാർഗനിർദ്ദേശങ്ങളാണ് ഷെഡ്യൂൾ വൈയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഓക്കെ ആയോ? നെക്സ്റ്റ് എടുത്തോട്ടെ മിസ്, ഷെഡ്യൂളുകൾ ഓക്കെ ആണോ? ഓക്കെ. സ്റ്റോറേജ് പ്രിക്കോഷൻ ഓഫ് ഡ്രഗ്സ്. ഡ്രഗ്സിന്റെ സ്റ്റോറേജ് ചെയ്യുമ്പോൾ നമ്മൾ ഒരു പ്രിക്കോഷൻ എടുക്കണം അല്ലെ, മുൻകരുതൽ എടുക്കണോ? എന്തിനു വേണ്ടിയാണ് അതിന് മുൻകരുതൽ എടുക്കാൻ പ്രിക്കോഷൻസ് എടുക്കുന്നത്? എന്തിനു വേണ്ടിയാണ്? ഡാമേജ് ആവാതിരിക്കാൻ അല്ലേ, ഡാമേജ് ആവാതിരിക്കാനല്ലേ. ഡാമേജ് ആവാതിരിക്കാൻ. അപ്പൊ മരുന്നുകൾ സ്റ്റോർ ചെയ്യുമ്പോൾ എടുക്കേണ്ട പ്രിക്കോഷൻസ്, മുൻകരുതലുകൾ എന്തെല്ലാമാണ്? വേർ യു സ്റ്റോർ യുവർ മെഡിസിൻ ക്യാൻ ഇഫക്ട് ഹൗ വെൽ ഇറ്റ് വർക്ക്സ് അല്ലെ. നിങ്ങളുടെ മരുന്ന് എവിടെ സൂക്ഷിക്കുന്നു എന്നത്
അത് എത്രത്തോളം നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നു എന്നതിനെ സൂചിപ്പിക്കുന്നു അല്ലെ? ആണോ? നമ്മൾ മെഡിസിനുകൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ, നമ്മളാണെങ്കിലും മെഡിസിനുകൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ, നമ്മെങ്കിലും അസുഖത്തിന് മെഡിസിൻ വാങ്ങിച്ച് അവിടെ ഇവിടെ കൊണ്ടുപോയി വാരി വലിച്ചിടാറുണ്ടോ? വാരി വലിച്ചിടോ? ഇല്ല അല്ലേ? ഏതെങ്കിലും ഒരു പാത്രത്തിലാക്കി വെക്കുക അല്ലെ? കണ്ടെയ്നറിലാക്കി, ചെറിയൊരു ബോക്സിലാക്കിയല്ലേ വെക്കാറ്? അപ്പൊ എന്താ, നമ്മ മരുന്ന് എവിടെ സൂക്ഷിക്കുന്നു എന്നത് അല്ലെ? അപ്പൊ ഫാർമസിയിലാണെങ്കിൽ എത്രത്തോളം മെഡിസിനുകൾ ഉണ്ട് അല്ലെ? ഒരു ഹോസ്പിറ്റലിലേക്ക് ആവശ്യമായിട്ടുള്ള മെഡിസിൻ മൊത്തം എവിടെയാണ് സൂക്ഷിക്കുന്നത്? ഫാർമസിയിൽ അല്ലെ? അപ്പൊ അത് കറക്റ്റ് രീതിയിൽ സൂക്ഷിക്കണ്ടേ? പ്രോപ്പറായി സൂക്ഷിക്കണ്ടേ? അപ്പൊ മെഡിസിൻ എവിടെ സൂക്ഷിക്കുന്നു എന്നത് അല്ലെ? നിങ്ങൾ മെഡിസിൻ എവിടെ സൂക്ഷിക്കുന്നു എന്നത് അത് ആ ഫാർമസി എത്രത്തോളം നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നു എന്നതിനെ സൂചിപ്പിക്കുന്നു. ക്ലിയർ ആയത്? Learn about storing your medicines properly to prevent it from getting damaged. എന്താണ് മെഡിസിൻ ഡാമേജ് ആവാതിരിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? എങ്ങനെ സൂക്ഷിക്കണം? മെഡിസിന് പ്രോപ്പർ ആയ രീതിയിൽ നമ്മൾ സൂക്ഷിക്കണം അല്ലെ? ശരിയായ രീതിയിൽ സൂക്ഷിക്കണ്ടേ? ഇപ്പൊ കോൾഡ് സ്റ്റോറേജിൽ സൂക്ഷിക്കുന്ന ഡ്രഗ്സുകൾ നമ്മൾ വെറുതെ നോർമൽ ടെമ്പറേച്ചറിൽ വെച്ച് കഴിഞ്ഞാൽ എന്ത് പറ്റും? കേടാകു പോകും അല്ലെ? ഡാമേജ് ആയി പോകും അല്ലെ? അപ്പൊ എന്ത് ചെയ്യാ? മെഡിസിന് ഡാമേജ് ആയി പോകാതിരിക്കുക അല്ലെ? ഗെറ്റിംഗ് ഡാമേജ് ആകാതിരിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? മെഡിസിന് പ്രോപ്പർ ആയ രീതിയിൽ, ശരിയായ രീതിയിൽ സൂക്ഷിക്കുക. നെക്സ്റ്റ് ഇതിൽ ഫസ്റ്റ് വരുന്നത് ഓൾ ഡ്രഗ്സ് ആൻഡ് നോൺ RX ഡ്രഗ്സ് മസ്റ്റ് ബി ലോക്കഡ്. നോൺ RX എന്ന് പറഞ്ഞാല് പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ നമുക്ക് വിതരണം ചെയ്യാൻ സാധിക്കുന്ന മരുന്നുകളില്ലേ? സപ്ലൈ ചെയ്യാൻ സാധിക്കുന്ന മരുന്നുകള്, അതിനെയാണ് നോൺ RX ഡ്രഗ്സ് എന്ന് പറയുന്നത്. ഇതൊക്കെ ചോദിക്കാട്ടാ, നിങ്ങൾക്ക് ഇനിയും ആവശ്യമുള്ള കാര്യങ്ങളാണ്. അപ്പൊ മിസ് പറയുന്ന സമയത്ത് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. സിമ്പിൾ ആണ്. നിങ്ങൾ വിചാരിക്കും പിന്നീട് എനിക്ക് ഓർമ്മ ഉണ്ടാവും എന്ന് വിചാരിച്ച് നിങ്ങൾ എഴുതില്ല. പക്ഷെ ഞാൻ ചോദിക്കുന്നത് ഇത് കിട്ടുന്നില്ല കേട്ടോ. പല കാര്യങ്ങളും ഒക്കെയാണ്. ഇപ്പൊ പാറ്റന്റ് ചോദിച്ചത് പറഞ്ഞില്ലേ? ആരും പറഞ്ഞില്ല. അത് മിസ് ആ സമയത്ത് പറഞ്ഞതാണ്. അപ്പൊ ഓരോ കാര്യങ്ങളും മിസ് എടുത്തു പറയും. അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക എല്ലാവരും. ഓൾ ഡ്രഗ്സ്, എല്ലാ ഡ്രഗ്സുകളും നോൺ RX ഡ്രഗ്സ്. എന്താണ്? നമുക്ക് പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ വിതരണം ചെയ്യാൻ പറ്റുന്ന ഡ്രഗ്സുകൾ എങ്ങനെ സൂക്ഷിക്കുക? ലോക്ക് ചെയ്ത് സൂക്ഷിക്കുക. ഷെഡ്യൂൾ ഡ്രഗ്സ് 2 അല്ല കേട്ടാ. 2 എന്നുള്ളത് വെട്ട്. 2 വെട്ടിയിട്ട് ഷെഡ്യൂൾ ഡ്രഗ്സ് എന്നാക്കാം. കേട്ടോ. ഷെഡ്യൂൾ ഡ്രഗ്സ് ഡബിൾ ലോക്ക്ഡ്. ഷെഡ്യൂൾ ഡ്രഗ്സുകൾ എങ്ങനെ സൂക്ഷിക്കണം? എങ്ങനെയാണ് സൂക്ഷിക്കേണ്ടത്? ഡബിൾ ലോക്ക് ചെയ്ത് സൂക്ഷിക്കുക. സ്റ്റാൻഡേർഡ്സ് ഓഫ് പ്രാക്ടീസ് ഓൾ കൺട്രോൾ ഡബിൾ ലോക്ക് അല്ലെ? ഡബിൾ ലോക്ക് ചെയ്യേണ്ട എന്താണ് പ്രാക്ടീസ് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള എല്ലാ കൺട്രോളും നമ്മൾ എന്തിനു സൂക്ഷിക്കുക? ഡബിൾ ലോക്ക് ചെയ്യുക അല്ലെ? നെക്സ്റ്റ് കീ വിത്ത് ദ ചാർജിനേഴ്സ്. ഡബിൾ ലോക്ക് ചെയ്തിട്ട് ആ കീ ആരുടെ കയ്യിലായിരിക്കണം? നഴ്സിന്റെ കയ്യില്. അതുമായി ബന്ധപ്പെട്ട നഴ്സിന്റെ കയ്യിലായിരിക്കണം ആ കീ സൂക്ഷിക്കേണ്ടത്. നോ എയ്ഡ്സ് എന്ന് കഴിഞ്ഞിട്ട് CNAS എന്നല്ലേ കൊടുത്തിരിക്കുന്നത്? അവിടെ CANA ആണ് കേട്ടോ. C കഴിഞ്ഞിട്ട് ഒരു എയും കൂടി ഉണ്ട്. ANA CANAS in med room unless medical room unless present. എന്താണ്? നമ്മൾ നഴ്സിംഗ് പ്രസന്റ് ഇല്ലെങ്കിൽ നമ്മ അവിടെ എന്താണ്? നോ എയ്ഡ്സ് അല്ലെ? നമ്മ എന്താണ്? മെഡിസിനുമായി ബന്ധപ്പെട്ട ഒരു എയ്ഡ്സും സൂക്ഷിക്കാൻ പാടില്ല. CNA എന്ന് പറയുന്നത് can be sold without a prescription. Can be sold without a prescription. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ ഈ മരുന്നുകൾ വിതരണം ചെയ്യാനായിട്ട് സാധിക്കുന്നു. നമുക്ക് ഈ പെയിൻ കില്ലേഴ്സ്, പാരസെറ്റാമോൾ ഒക്കെ
നമുക്ക് ഫാർമസിയില് എന്നിട്ടാണ് മെഡിക്കൽ സ്റ്റോറിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് പ്രിസ്ക്രിപ്ഷൻ കാണിക്കണോ? മെഡിക്കൽ ഷോപ്പിലൊക്കെ പോയി കഴിഞ്ഞാൽ ഇപ്പൊ എന്താണ് നമുക്ക് പാരസെറ്റാമോൾ വേണം, ഡോളോ വേണമെങ്കിൽ വേണ്ട. മിക്ക മെഡിക്കൽ ഷോപ്പിലും നമുക്ക് പ്രിസ്ക്രിപ്ഷൻ കാണിക്കണ്ട, ജസ്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ അവര് മരുന്ന് തരും. അപ്പൊ അങ്ങനെയുള്ള മെഡിസിനുകളൊക്കെയാണ്. അപ്പൊ അതെന്താണ് ഇൻ ബെഡ്റൂം അൺലെസ് നഴ്സ് പ്രസന്റ്. എന്താണ് നഴ്സ് പ്രസന്റ് അല്ലെങ്കിൽ നമുക്ക് എന്താണ് നോ എയ്ഡ്സ് അല്ലെ, നമുക്ക് എന്താണ് നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട എന്താണ് പ്രിസ്ക്രിപ്ഷൻ ചിട്ടോ മറ്റു കാര്യങ്ങൾ അവിടെ സൂക്ഷിക്കാൻ പറ്റില്ല അല്ലെ. നമ്മ പറഞ്ഞു എന്താണ് നഴ്സിന്റെ കയ്യിലായിരിക്കും കീ അല്ലെ, ആണോ? അപ്പൊ നഴ്സ് പ്രസന്റ് അല്ലെങ്കിൽ അവിടുത്തെ നമുക്ക് അതുമായി ബന്ധപ്പെട്ട എയ്ഡുകൾ സൂക്ഷിക്കാൻ പറ്റുമോ? പ്രിസ്ക്രിപ്ഷൻ ചീട്ട് ഇല്ല. അപ്പൊ എന്താണ് നഴ്സ് പ്രസന്റ് അല്ലെങ്കിൽ നമുക്ക് മെഡിക്കൽ റൂമില് ഒരു എയ്ഡ്സുകളും സൂക്ഷിക്കാൻ സാധിക്കുകയില്ല. നെക്സ്റ്റ്, ഡ്രഗ് കാർഡ് ഷുഡ് നോട്ട് ബി സ്റ്റോർഡ് ഇൻ ദി ഹാൾ. എന്ത് ചെയ്യാൻ പാടില്ല? ഡ്രഗ് കാർട്ട് ഡ്രഗ് കാർട്ട് എന്ന് പറഞ്ഞാൽ എന്താ? മെഡിസിനുകളെ കൊണ്ടുപോകുന്ന കാർട്ട് ഇല്ലേ? നമ്മ പഠിച്ചു അല്ലെ മെഡിക്കൽ എക്യുപ്മെന്റുകളില് നിങ്ങൾ പല കാർട്ടുകളും പഠിച്ചു അല്ലെ, പഠിച്ചോ? ക്രാഷ് കാർട്ട് അല്ലെ, എക്യുപ്മെന്റ് ട്രോളി അല്ലെ, കുറെ പഠിച്ചില്ലേ? അപ്പൊ എന്താണ് ഡ്രഗ് കാർട്ട് എന്ന് പറഞ്ഞാൽ എന്താ? ഡ്രഗ്സുകള് കൊണ്ടുപോകുന്നതിനുള്ള കാർട്ട് അല്ലെ. അപ്പൊ എന്താണ് നമ്മുടെ ഡ്രഗ് കാർട്ട് നമ്മ എവിടെ സൂക്ഷിക്കാൻ പാടില്ല? ഹാളില് സ്റ്റോർ ചെയ്യാനായി പാടില്ല, സൂക്ഷിക്കാനായി പാടില്ല. ക്ലിയർ ആയോ? ഓക്കെ, എന്താ ബാക്കി മിസ് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം കേട്ടോ. ഇന്നിപ്പോ മിസ് എത്ര എടുക്കുന്നുള്ളൂ, ബാക്കി മിസ്സിന് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം കേട്ടോ. ഇന്നത്തെ ക്ലാസ് മിസ് വൈൻഡപ്പ് ചെയ്യാണ്. ഓക്കെ, താങ്ക് യു ഓൾ. Thank you, ma'am.